ചേരുന്നു ഞങ്ങൾ പരിശുദ്ധ മാതാവേ. അമ്മേ പാപികൾക്കാലംബമേ, നിൻ ദിവ്യപാദം തേടുന്നു ഞങ്ങൾ നിത്യസഹായം നീയേ. അമ്മേ പാവങ്ങൾക്കാശ്രയമേ, അമ്മേ അമലേ ജപമാലരാജ്ഞി പ്രാർത്ഥിക്കണമേ കന്യാംബികേ. അമ്മേ അമലേ ജപമാലരാണി പ്രാർത്ഥിക്കണമേ കന്യാംബികേ. നിൻ ദിവ്യപാദം തേടുന്നു ഞങ്ങൾ പരിശുദ്ധ മാതാവേ. അമ്മേ പാപികൾക്കാലംബമേ, നിൻ ദിവ്യപാദം ചേരുന്നു ഞങ്ങൾ നിത്യസഹായം നീയേ. അമ്മേ പാവങ്ങൾക്കാശ്രയമേ. ഏതു പാപിക്കും ഒരു സങ്കേതം, പാപികളുടെ സങ്കേതം പരിശുദ്ധ കന്യാമറിയം എന്നാണ് വിശേഷിപ്പിക്കുക. ലോകത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ വഹിച്ചു കുരിശിൽ മരിച്ചു ഈശോ. അവനിൽ പാപം ചുമത്തപ്പെട്ടു. ആ കുരിശിൻ ചുവട്ടിൽ ഒരാശ്രയമെന്ന പോലെ, സങ്കേതമെന്ന പോലെ, ഒരു സാന്ത്വനമായി, ഒരു നിഴൽ പോലെ പരിശുദ്ധ അമ്മ ഉണ്ടായിരുന്നു. അതെ, സകല പാപികൾക്കും അമ്മയുടെ അരികിൽ വലിയ സാന്ത്വനമാണ്. യഥാർത്ഥ രക്ഷയിലേക്ക്, പാപവിമോചനയിലേക്ക് ഈ അമ്മ, നല്ല അമ്മ, പരിശുദ്ധ അമ്മ നമ്മളെ നയിക്കും. അവൾ പാവങ്ങൾക്ക് ആശ്രയമാണ്. ഏതവസ്ഥയിലുള്ളവർക്കും ഈ അമ്മ സങ്കേതമാണ്. പ്രിയമുള്ളവരെ, കാർമൽ ഗീതങ്ങൾ ഒരുക്കുമ്പോൾ തിരുപുത്രനോടൊപ്പം ആ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ജീവിത വഴികളിൽ ഈശോയോടൊപ്പം അമ്മ നമ്മളെയും ചേർത്ത് പിടിക്കട്ടെ. നമുക്ക് മാതൃസ്തുതി ഗീതം പാടി അമ്മയെ മഹത്വപ്പെടുത്താം.
കയ്യിലിരിക്കുന്ന ഉണ്ണിയേശുവിനോടൊപ്പം എന്നെയും ചേർക്കണമേ എന്നുള്ള ആ സ്നേഹപ്രാർത്ഥനയുമായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പാടുന്നു. മനോഹരമായ ഗാനം. ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ താളവും ലയവും ഭാവവും ഒക്കെ പകർത്തി പാടുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതെന്തിനു വേണ്ടിയാ ദൈവം ഈ കഴിവ് തന്നതെന്ന്? ദൈവത്തെ തന്നെ പ്രകീർത്തിക്കാൻ. ദൈവത്തെ തന്നെ പ്രകീർത്തിക്കാൻ ഒരു ഉത്തരം പറഞ്ഞ പോരാ, അത് ബോധ്യത്തിൽ നിന്ന് പറയണം. കാരണം ടെസ എന്ന ഒരു കുഞ്ഞിന് ദൈവം ഈ കഴിവ് തരുമ്പോൾ വളരെ അപൂർവമായ പാട്ട് അല്ലേ? എത്രയോ പേര് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പ്രത്യേകമായ ദൈവദാനമാണ് ഗാനസംഗീതം അല്ലേ? അപ്പോൾ അത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവാത്മാവ് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ഈ കഴിവ് ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി അത് നമ്മൾ ചെലവഴിക്കുമ്പോൾ അത് കൃപയായി മാറുന്നു, വരമായി മാറുന്നു. അനേകം പേർക്ക് അത് സൗഖ്യവും ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്ന ഒരു ഹൃദയ അനുഭവം മാറുക അല്ലേ? അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രത്യേകിച്ച് നമ്മുടെ സമകാലീനരായ നമ്മുടെ സഹപാഠികളോട് അവിടെയെല്ലാം ഈ പരിശുദ്ധാത്മ അരൂപിയിൽ നിറഞ്ഞുകൊണ്ട് തന്നെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനുള്ള ജന്മം ഇത് അല്ലേ?
അതിനുവേണ്ടി ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാറുണ്ടോ? എന്ത് പറയുന്നു ടെൻസ? അതിന് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. ഉം. ഈശോയ്ക്ക് വേണ്ടി പാടാനാണ് എനിക്ക് ആഗ്രഹം. ഇപ്പോൾ ആൽബങ്ങളിലൊക്കെ പാടി തുടങ്ങിയിട്ടുണ്ടല്ലേ? ഉണ്ട്. ഇപ്പം എത്രത്തോളം പാട്ട് പാടിയിട്ടുണ്ടാവും ആൽബങ്ങളിലൊക്കെ? ഒരു 10-15 പാട്ടോളമായി. 10-15. ഇപ്പോൾ +2 പഠിക്കുന്നു അല്ലേ? ഈ പ്രായത്തിൽ തന്നെ നമുക്കൊരു 10-15 പാട്ടുകളൊക്കെ, അതും നല്ല വോയിസാണ്, നന്നായിട്ട് തന്നെ പാടാൻ കഴിയുമെങ്കിൽ അതിലൂടെ പാടി പ്രകീർത്തിക്കുന്ന ആ ഗാനധാരകൾ അനേകം പേർക്ക് സൗഖ്യവും ശാന്തിയും പ്രദാനം ചെയ്യും. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ, ഈ സംഗീതാത്മകതയ്ക്ക് അമ്മയോട് പ്രാർത്ഥിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിലും അധികവും കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം തന്നോട് ചോദിക്കുന്ന എല്ലാ മക്കൾക്കും ദൈവമഹത്വത്തിന് വേണ്ടിയുള്ള എല്ലാ കൃപകളും കൊടുക്കുവാൻ കൃപ നിറഞ്ഞ അമ്മ തയ്യാറാണ്. അതുകൊണ്ട് തുടർന്നും നന്നായി പാടി നന്നായി അമ്മയോട് ചേർന്ന് മുന്നേറുവാൻ പ്രാർത്ഥനകൾ നൽകുന്നു. പരിശുദ്ധ അമ്മയോട് ഉള്ള ഹൃദയ അടുപ്പത്തിൽ നിന്നും ഒരു അനുഭവം പങ്കുവയ്ക്കാമോ? ഒരുപാട് അനുഭവങ്ങളുണ്ട് അങ്ങനെ. ഇപ്പം എടുത്തു പറയാവുന്ന ഒന്ന്, ഞാൻ ചാവറ കുടുംബത്തിൽ നിന്നാണ്. അച്ഛനെയും എവപ്രാസ്യാമ്മയും വിശുദ്ധരാക്കിയ ആ ഒരു സമയം ഞങ്ങൾ റോമിന് പോയായിരുന്നു, ഫാമിലി റെപ്രസെൻ്റ് ചെയ്ത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ആ ചടങ്ങ് നടക്കുന്ന അതേ സമയം ഞങ്ങളുടെ സ്കൂളിൽ 10th നിന്നും 9th നിന്നും എഴുതേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് എക്സാം ആയിരുന്നു, PSA. അത് നടക്കുകയായിരുന്നു. അപ്പം എനിക്ക് ഈ കാനണൈസേഷന് വന്ന് പങ്കെടുത്താൽ എനിക്ക് ആ എക്സാം മിസ്സാവും. അപ്പം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ഗ്രേഡ് മൊത്തത്തിലേ താഴും, ഞാൻ ഒരു വർഷം മൊത്തം പഠിച്ചതും എല്ലാം വെറുതെ ആവുമെന്ന് പറഞ്ഞു. അപ്പം അത് ഭയങ്കര റിസ്ക്കി ആയിരുന്നു ആ സമയം. ഞാൻ വേറെ ഒന്നും വിചാരിച്ചില്ല. അമ്മയും പറഞ്ഞു, എൻ്റെ അമ്മയും ഞാനും ഒരുമിച്ച് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തി, ഞങ്ങൾ സമർപ്പിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കഴിവ് തന്നത് അമ്മയുടെ മോനാ, അമ്മയുടെ മോൻ്റെ അനുഗ്രഹം കാരണം വിശുദ്ധരാവുന്ന 2 വ്യക്തികൾ, ഞങ്ങളുടെ കുടുംബത്തിനെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഞങ്ങളുടെ പിതാവ്. അപ്പോൾ എനിക്ക് പോകണം, അവിടെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, അമ്മയുടെ കയ്യിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ സ്കൂളിൽ പോയി സംസാരിച്ചു, മാമിനോടൊക്കെ സംസാരിച്ചപ്പോൾ മാം പറഞ്ഞു ഭയങ്കര റിസ്ക്കാണ്, ഗ്രേഡ് കുറയും. അങ്ങനെ ഞങ്ങൾ പേടിച്ചാണ് പോയത്. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും അറിയാൻ കഴിഞ്ഞത് ആ എക്സാം CBSE മാറ്റി. ഇപ്പോൾ PSC എന്ന് പറഞ്ഞൊരു എക്സാമേ ഇല്ല. അപ്പം അത് എഴുതിയ കുട്ടികൾക്ക് അത് ഒരു വേസ്റ്റായി പോയത്. എനിക്ക് പഠിക്കേണ്ടിയും വന്നില്ല, അതിലുപരി ആ എക്സാമേ മാറ്റി. ഇപ്പോൾ CBSEയിൽ അങ്ങനെ ഒരു എക്സാം ഇല്ല, അതിന് ഗ്രേഡ് പോയിന്റും ഇല്ല. അത് വലിയൊരു അത്ഭുതമായിരുന്നു. പ്രിയമുള്ളവരെ, തികച്ചും കൗതുകകരമായ ഒരു അനുഭവമാണ് നമ്മൾ കേട്ടത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ പലർക്കും പറയാനുണ്ടാകാം. ആത്മീയമായ ദിവ്യാനുഗ്രഹങ്ങളാണ് ശ്രേഷ്ഠമെങ്കിലും ഭൗതികമായ തലങ്ങളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഒക്കെ പ്രദാനം ചെയ്യുവാൻ പരിശുദ്ധമ്മ തയ്യാറാണ്. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കൊള്ളട്ടെ, ഒരിക്കലും ഒരു സാധ്യതയുമില്ലാത്ത ഇടങ്ങളിൽ ഈ അമ്മ ഓടി വരും. അതാണല്ലോ അമ്മ. നമുക്കറിയാം, ഗലീലയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ചില പ്രതികൂലമായ ഘട്ടങ്ങളിൽ ഈ അമ്മ ഓടി വരും. അതെന്തായിക്കൊള്ളട്ടെ, നിഷ്കളങ്കമായി അമ്മയോടുള്ള മാതൃസ്നേഹത്തിൻ്റെ ആ വലിയ അടുപ്പത്തിൽ, അമ്മേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇതാണ് പ്രശ്നങ്ങൾ, ഞാൻ എന്താ അമ്മേ ചെയ്യേണ്ടത് എന്ന് നമ്മുടെ സ്വന്തം അമ്മയോട്, നമ്മുടെ കുടുംബത്തിലൊരു അംഗത്തോട് പറയുന്ന അതേ സ്വാതന്ത്ര്യവും അതേ വിശ്വാസവും കാഴ്ചവെക്കുക അമ്മയോട്. ഈ പരിശുദ്ധ അമ്മ ഓടി വരും. ഈ അമ്മയെ ആരെയും തള്ളിക്കളയില്ല, ആരെയും ഉപേക്ഷിക്കില്ല. ഓരോ കാര്യങ്ങളുടെയും ഗൗരവം അനുസരിച്ച് നന്നായി കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുവാൻ, ക്രമപ്പെടുത്തുവാൻ ഈ അമ്മയെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നു. അമ്മ ചെയ്യട്ടെ, അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യട്ടെ. ഒരമ്മ എന്ന നിലയിൽ നമ്മുടെ ജീവിതങ്ങളെ അമ്മയ്ക്ക് സമർപ്പിച്ച് നമുക്കൊന്ന് ഫ്രീ ആകാം. അമ്മയുടെ കരം പിടിച്ച് മുന്നേറുന്ന നിഷ്കളങ്ക മക്കളായി മാറാം. അടുത്ത ഗാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
ഈ പാട്ട് ആരുടെ പാട്ടെന്നറിയോ? ഇതെഴുതിയത് അനേക ഗാനങ്ങൾ സഭയ്ക്ക് നൽകിയ നമ്മുടെ പ്രിയങ്കരനായ ഫാദർ മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ. അച്ഛൻ്റെ എത്രയോ ആഴമായ വിശേഷണങ്ങളാണ് മാതാവിനെ കുറിച്ച്. അടിയാട്ടിയായൊരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവൾക്ക് സ്വന്തം തീരുമാനം പോലുമില്ല. എന്ത് യജമാനം പറയുന്നു അത് കേൾക്കുന്നവൾ. അങ്ങനെയായി മാറി. ഇനി ആ മറിയത്തിൻ്റെ ഹൃദയം, ആ പെൺകുട്ടിയുടെ ഹൃദയം എങ്ങനെയാണ്? ഹെർമോനിലെ തൂമഞ്ഞു പോലെ വെണ്മയുള്ളത്. അപ്പോൾ നമുക്കെല്ലാം ആയിരിക്കേണ്ട ഒരവസ്ഥയെക്കുറിച്ചാണ് മനോഹരമായി ഈ തൂലിക ചലിപ്പിച്ചിരുന്ന അച്ഛൻ. പരിശുദ്ധ അമ്മയുടെ ഹൃദയശുദ്ധി. നമ്മുടെ എപ്പോഴും സംഗീതം ഹൃദയത്തിൽ സംവഹിക്കുമ്പോൾ ആത്മാവ്, മനസ്സ്, ശരീര ശുദ്ധിയോടുകൂടിയുള്ള പ്രാർത്ഥന. കാരണം കൃപ നിറഞ്ഞ അവസ്ഥയിൽ നമ്മുടെ ജീവിതം ഉണരണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ശുദ്ധത, വിശുദ്ധി ഉണരുവാൻ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പരിശുദ്ധ അമ്മ തപം ചെയ്തതുപോലെ തപം ചെയ്യുമ്പോൾ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നു. തീർച്ചയായും എല്ലാ മേഖലയിലും ഉന്നതമായ വിജയവും നല്ല ആലാപനവും നമുക്കുണ്ടാകാൻ വേണ്ടി എല്ലാവരുടെയും പേരിൽ പ്രാർത്ഥനകൾ നൽകുന്നു. പ്രിയമുള്ളവരെ, അടിയാട്ടിയായ പെൺകുട്ടി കർത്താവിൻ്റെ മുൻപിൽ തപം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ശാന്തമാവുക. സങ്കീർത്തനം 46:10, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഏത് പ്രതികൂലത വരുമ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ ശാന്തമായിരുന്ന് കർത്താവിൻ്റെ കൃപയുടെ കീഴിൽ ജീവിതം ചേർക്കുവാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി പരിശുദ്ധ അമ്മ നമ്മുടെ കരം പിടിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, നല്ല മാതാവേ, അമ്മയുടെ ജീവിത മാതൃക ഞങ്ങളിലേക്ക് അമ്മ ചേർത്ത് വയ്ക്കണമേ. ആ ജീവിത മാതൃക ഞങ്ങൾക്കെന്നും വലിയ ഉണർവാണ്. ഹൃദയവിശുദ്ധിയോടെ കർത്താവിൻ്റെ മുൻപിൽ തപം ചെയ്യുവാൻ, എപ്പോഴും ദൈവഹിതം നിറവേറ്റുന്ന തലങ്ങളിലേക്ക് ഹൃദയങ്ങളെ ഉണർത്തുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മാതാവേ, എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. ആമേൻ.